ഇവിടെ പ്രേക്ഷകരെ നെയ്യാറ്റിൻകര ആറാലമ്മൂടിലാണ് ഒരു ശിവക്ഷേത്രം നഗരസഭയുടെ ഒത്താശയിൽ SDPI ഭീകരർ പൂട്ടുന്ന സാഹചര്യം. എത്രത്തോളം അപകടകരമാണ് ഈ നിമിഷം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ്. പ്രശാന്ത് തയ്യാറാണ്. പ്രശാന്ത്, അവിടെ കനാലിൻ്റെ തീരത്താണ്, കനാലിൻ്റെ ഒരു സൈഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കനാലിൽ തന്നെ വലിയ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട്. അതൊന്നും ആരും ഇതുവരെ ഒരു നോട്ടീസ് പോയിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. മാത്രമല്ല 1971 ഈ സ്ഥലം സ്വാതന്ത്ര്യസമര സേനാനിയാണ് വിട്ടുകൊടുക്കുന്നത്. അവിടെ അന്ന് ക്ഷേത്രം പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് 2025 ഭക്തരെല്ലാവരും കൂടി ചേർന്ന് അത് കൃത്യമായി തന്നെ പൂർത്തീകരിച്ചത്. പെട്ടെന്ന് എങ്ങനെയാണ് ഇത് നഗരസഭയുടെ സ്ഥലമായി മാറിയത്? അവിടുത്തെ നാട്ടുകാരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? നിരവധി ചോദ്യങ്ങളാണ് ഈ വിഷയത്തിൽ ഉയരുന്നത്. കാരണം കാലങ്ങളായിട്ട് ഇവിടെ, അതായത് ഈ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലുണ്ടായിരുന്നൊരു ഭൂമിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വെച്ചാരാധന സമ്പ്രദായം അന്നു മുതലേ ഈ ക്ഷേത്ര സന്നിധിയിലുണ്ടായിരുന്നു. ആ കാലങ്ങളിലെല്ലാം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഭൂമിയിൽ ആ വെച്ചാരാധന സമ്പ്രദായം ആ വെച്ചാരാധന സമ്പ്രദായത്തിൽ അനുഷ്ഠിച്ചു വരികയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുനരുദ്ധാരണം നടത്തണമെന്നൊരു ദേവപ്രശ്നം വരികയും പുനരുദ്ധാരണ കർമ്മങ്ങളിലേക്ക് നടക്കുകയും ഇങ്ങനെ ഒരു വിശാലമായ രീതിയിൽ ഒരു ക്ഷേത്രത്തെ, ശിവക്ഷേത്രം അതിൻ്റെ ഒരു വലിയ പ്രൗഢിയോടുകൂടി തന്നെ ഈ പ്രദേശത്തിന് വെളിച്ചമായി നിൽക്കത്തക്കവണ്ണം, ഈ ഭക്തർക്ക് വെളിച്ചമായി നിൽക്കത്തക്കവണ്ണം അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുന്നത്. ആ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു നഗരസഭാ സെക്രട്ടറി തന്നെ ഇങ്ങനെയൊരു പ്രതികാര നടപടി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു അമ്മ ചേരുന്നു. അമ്മ ഈ ക്ഷേത്രത്തിലെ ഭക്തയാണ്. അമ്മ, ഈ ക്ഷേത്രം ഇങ്ങനെ പൂട്ടണം എന്നാണ് നഗരസഭാ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പൂട്ടി താക്കോലും അവർ കൊണ്ടുപോയിരിക്കുന്നു, നോട്ടീസ് പതിച്ചിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് ആരും കയറില്ല. അമ്മ, എത്ര കാലമായിട്ട് ഈ ക്ഷേത്ര പരിസരത്തുള്ളതാണ്? എത്ര കാലമായിട്ട് ഈ ക്ഷേത്രത്തിൽ തൊഴുവാൻ വരുന്നതാണ്? ഞാൻ പണ്ടേ ഇവിടെ നിൽക്കുന്നത് 10-15 വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്നിട്ട്. 10 എൻ്റെ ചെറുതിലെ ഞാൻ ഇവിടെ പാത്രം കഴുകണയാണ്. പാത്രങ്ങൾ ഭഗവാനെ എടുത്ത് കൊടുക്കണം, എല്ലാം ഞാൻ തന്നെ, വേറെ ആരും ഇല്ല വരണത്. ഞാൻ തന്നെ എല്ലാം ചെയ്യണത്. പോറ്റിനോരോട് നിന്ന് ചെയ്യണമില്ല ഞാൻ തന്നെ ഗേറ്റ് പൂട്ടിയപ്പോൾ ഞാൻ തന്നെ ചെന്ന് കാലിൽ വിടുന്നു. കാലിൽ പൂട്ടല് 10 ഇങ്ങനങ്ങൾക്ക് വരാനുള്ള ഞാൻ പൂട്ടല്ലെന്ന് പറഞ്ഞു. അമ്മ അങ്ങോട്ട് മാറിയിരിക്കാമേ, നമുക്ക് പിന്നെ പൂട്ടണ്ട അമ്മേ, ഇങ്ങനെ എന്നാലും നമുക്ക് കോവിലിൽ പോറ്റിയൊക്കെ വരണം കാലത്ത് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ട് അവന്മാർ എന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് അങ്ങ് തള്ളി വിട്ടിട്ട് അവന്മാരങ്ങ് പൂട്ടി. അവനെ ഞാൻ കണ്ടു മെനഞ്ഞാണ് ഇവിടെ ഒന്ന് പൂട്ടിക്കാനെ. അവിടെ പോയി അളക്കാൻ പയ്യത് ഞാൻ കണ്ടു. എന്നെ അവൻ നോക്കണം. ഞാൻ നല്ലപോലെ പറഞ്ഞു പൂട്ടല് ഭക്തജനങ്ങൾ വരാനുള്ളതാണ്, എനിക്ക് പാലിന് പോകാനുള്ളതാണ്, ഭഗവാന് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞു പോയിട്ട് മരി എന്നെ നീക്കി വിട്ടിട്ട് അങ്ങ് പൂട്ടി താക്കോലങ്ങ് എടുത്തിട്ട് ഞാൻ വെളിയിലുമായി. അപ്പം പോറ്റിയോടി പറഞ്ഞു, ഞാൻ വടിയിൽ ചെന്ന് പറഞ്ഞു, പോറ്റി ഇല്ലേ വരല്, അതിലേ വരണം പോറ്റി. അതെന്തമ്മ, അത് പൂട്ടി അവിടെ എന്ന് പറഞ്ഞു. അവിടെ അല്ല എനിക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. ശ്യാം, അത് തന്നെയാണ് കാരണം. ഈ അമ്മ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറേ കൊല്ലം, അമ്മയുടെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ അമ്പലത്തിൽ നിൽക്കുകയും അമ്പലത്തിൽ മഹാദേവനെ പൂജിച്ച് ആരാധിച്ചു വരുന്ന അമ്മയാണ്. ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം നോക്കുന്ന അമ്മയാണ്. ആ അമ്മ നോക്കി നിൽക്കുമ്പോഴാണ് ക്ഷേത്രം പൂട്ടാനായി ഈ നഗരസഭാ സെക്രട്ടറി എത്തുന്നത്. നഗരസഭാ സെക്രട്ടറിയുടെ കാല് പിടിച്ചു പറയുന്നു, ക്ഷേത്രം പൂട്ടരുതെന്ന് പറയുന്നു. വിശ്വാസികൾ എത്തുന്നു, അവരും പറയുന്നു. എന്നാൽ ഇതൊന്നും കൂട്ടാക്കാതെ ഒരു പരാതി, അതായത് എഴുതി നൽകിയ പരാതി പോലും ഇല്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു പരാതി നൽകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുമ്പോൾ, ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്ന ഒരു നഗരസഭാ സെക്രട്ടറിയായി മാറി എന്നതാണ് നമുക്കിപ്പോൾ പറയേണ്ടിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകര നഗരസഭാ സെക്രട്ടറി SDPIയുടെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ക്ഷേത്രം പൂട്ടുന്നതിനേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തുമ്പോൾ മുട്ടുവളയുന്ന, അല്ലെങ്കിൽ ആ ഭീഷണിക്ക് വഴങ്ങുന്ന ഒരു സെക്രട്ടറിയായി ഈ നെയ്യാറ്റിൻകരയിലെ സെക്രട്ടറി മാറിയെന്നാണ് ഇവിടുത്തെ ഈ ഭക്തജനങ്ങളും പരാതിപ്പെടുകയും വേദന പങ്കുവയ്ക്കുകയും ചെയ്തത്. എങ്ങനെ ഈ പൂട്ടിയ ഈ ഒരു സാഹചര്യം, ആരാധന നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തുന്ന നിലയിലേക്ക് ഈ നഗരസഭാ സെക്രട്ടറി മാറുന്നത്? അത് നമുക്ക് ഇത് മറ്റിങ്ങനെ വലുതായ ഇതില്ല. നമ്മൾ ദിവസം ഇവിടെ വരുന്ന ആളാണ്, നമ്മൾ നിത്യപൂജയ്ക്കൊക്കെ വരുന്ന ആൾക്കാരാണ്. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ടാണ് ഇങ്ങനെ പൊട്ടിയിട്ട് പോയത്. ഇങ്ങനെ പരാതി കൊടുത്തു എന്ന് പറയുന്നത്, അതിൻ്റെ പിന്നിൽ 3-4 പേരുണ്ടെന്ന് പറയുന്നു. അതൊക്കെ തന്നെ മുനിസിപ്പാലിറ്റിക്കാർ വന്നു, ഈ അമ്പലം പൂട്ടണമെന്ന് പറഞ്ഞു, ഗേറ്റ് പൂട്ടണമെന്ന് പറഞ്ഞ് ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല, പരാതിയുണ്ട്, സ്റ്റേഷനിൽ പരാതിയുണ്ട്, അങ്ങനെ പറഞ്ഞാണ് ഇവിടെ വന്ന് അവരൊന്ന് പൂട്ടിട്ട് പോയത്. ശ്യാം,
നിത്യം രാവിലെ പൂജയുള്ളൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തെ മഹാദേവന് നാഗരമടക്കം ഗണപതിയും നാഗരമടക്കം ഉപദേവതാ സങ്കല്പത്തിൽ മറ്റ് ഉപദേവതാ ക്ഷേത്രങ്ങൾ ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. അങ്ങനെയൊരു താന്ത്രിക പരമായിട്ട് തന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നടന്നിരിക്കുന്നതും. അതിൽ പാരമ്പര്യമായിട്ട് ഈ ക്ഷേത്രഭൂമിയായിട്ടുള്ള പ്രദേശം, ആ പ്രദേശത്ത് വെച്ചാരാധന നടത്തണമെന്ന ഒരു ദേവപ്രശ്നത്തിൽ കൂടി തെളിയുന്നു. ആ തെളിയുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വരികയും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ട് ഇത്തരത്തിൽ അതിൻ്റെ പുനരുദ്ധാരണവും നിർമ്മാണ പ്രവർത്തനങ്ങളും അടക്കം നടത്തുന്ന നിലയിലേക്ക് ഭക്തരെത്തിയത്. ആ സമയത്തടക്കം ഇത്തരത്തിൽ ഈ തുടക്ക കാലഘട്ടത്തിലൊന്നും ഇത്തരം നഗരസഭയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഇങ്ങനൊരു നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ക്ഷേത്രം ഉയർന്നു പൊന്തിയതോടെ, ആ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തുന്നതോടെ, ക്ഷേത്രം അതിൻ്റെ ഒരു പരിപാവനത്തിലേക്ക് എത്തുന്നതോടുകൂടിയാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. SDPI അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും അതിന് തടസ്സം നിൽക്കണമെന്ന് നേരിട്ട് പോയി നഗരസഭാ സെക്രട്ടറിയോട് പറയുകയും ചെയ്യുന്നത്. അതിനെ വഴങ്ങിക്കൊണ്ട് ഈ സ്ഥലത്തെ ക്ഷേത്രം താഴിട്ട് പൂട്ടുന്ന നിലയിലേക്ക് എത്തി എന്നും പറയുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത്, അതായത് ഈ നഗരസഭാ സെക്രട്ടറി പറയുന്നത്, ദയവായി അവിടെ തുടരുക. ഭക്തരുടെ പ്രതികരണങ്ങൾ നമുക്ക് ഇനിയും ആവശ്യമുണ്ട്. പ്രശാന്ത്, ദയവായി തുടരുക. താഴിട്ട് പൂട്ടിയ ശ്രീകോവിൽ കാണുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ഹൃദയത്തിലൊരു വിങ്ങലാണ്.